نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ഡേ 1ന്റെ ചോദ്യ പേപ്പർ ആയില്ലേ. ക്രിസ്മസ് പരീക്ഷയൊക്കെ വരാറായിട്ടുണ്ട്. ക്രിസ്മസ് പരീക്ഷ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവമായി ബന്ധപ്പെട്ടിട്ട്, ഏതൊരു സംഭവം, ക്രിസ്മസ് പരീക്ഷയായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എക്സ്മസ് എക്സാം 2024 ഒന്നാം ക്ലാസ്സിന്റെ ഇന്റഗ്രേഷൻ ഡേ 1. എന്താണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാടാ? മാത്സും നമ്മുടെ മലയാളത്തിന്റെയും ടെക്സ്റ്റ് ബുക്ക് ചേർന്നിട്ടുള്ള അതല്ലേ. മാത്സിൽ നിന്നും ചോദ്യം വരും, അതേപോലെ തന്നെ മലയാളത്തിൽ നിന്നും ചോദ്യം വരും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഈ ചോദ്യ പേപ്പറിൽ നമ്മളോട് ചോദിക്കുക അല്ലേ. അങ്ങനെയല്ലടാ മക്കളെ? യെസ്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. റെഡി ആണോ നിങ്ങൾ? ഓക്കെ ആണെങ്കിൽ നമ്മൾ നേരെ പോവാം. യെസ് ഗൈസ്, അപ്പോൾ ഈ ഒരു PDF കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊടുത്തിരിക്കുന്ന 9496544588 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു ഹായ് അയക്കാൻ വേണ്ടി പറയും. ഏതാണ്? 9496544588 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് ഒരു ഹായ് അയക്കാൻ പറയും. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നെ കാണുന്നില്ലേ? ഓക്കെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ ലൈക്ക് ഇടാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നേരെ നമ്മൾ പോവുകയാണ്. എന്തിനേക്കാണ് നമ്മൾ പോകുന്നത് മക്കളെ? നമ്മള് ഒന്നാമത്തെ ചോദ്യം നോക്കാൻ പോവാണ്. റെഡിയാണോ നിങ്ങൾ? യെസ് ഗൈസ്, ആക്ടിവിറ്റി 1. ആരാണ് ആകാശത്ത് എന്നാണ് അല്ലേ. ചുമക്കുന്നത് ആകാശം എന്താന്നുള്ളത് നമുക്കറിയാം അല്ലെ. ആകാശത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? യെസ് ഗൈസ്, നമുക്ക് നോക്കാം അല്ലെ. രാത്രിയിൽ ആകാശത്ത് നോക്കി നിൽക്കുകയാണ് പീലിമോൾ അല്ലെ. രാത്രിയിൽ ആരാ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? പീലിമോളാണ്. നമ്മളൊക്കെ രാത്രി ആകാശത്തേക്ക് നോക്കാറുണ്ട് അല്ലെ. രാവിലെ ആകാശത്തേക്ക് നോക്കുന്നതിനേക്കാണ് നമുക്ക് നല്ല ഇഷ്ടം രാത്രി നോക്കുന്നതല്ലേ അല്ലെ. രാത്രി നോക്കുമ്പോൾ നല്ലൊരു സുഖാണ്. നക്ഷത്രങ്ങളെ കാണാൻ പറ്റും, സൂര്യനെ കാണാൻ പറ്റും. രാത്രി ഇല്ലല്ലോ ഇല്ല അല്ലെ. ചന്ദ്രനെ കാണാൻ പറ്റും അല്ലെ. മൂണിനെ കാണാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ യെസ് ഗൈസ്, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ രാത്രിയിൽ ആകാശത്ത് നോക്കി നിൽക്കുകയാണ് പീലിമോൾ. ഹായ്, ആകാശത്ത് നിറയെ പൂക്കൾ. ആകാശത്തേക്ക് നോക്കുമ്പോ ഇങ്ങനെ മിന്നി 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 കളിക്കുന്ന എന്തോ സംഭവങ്ങളില്. അപ്പൊ പറയാണ് ഹായ്, ആകാശത്ത് നിറയെ പൂക്കൾ, വലിയൊരു വെള്ളിക്കിണ്ണവും. വലിയൊരു വെള്ളിക്കിണ്ണം ഉണ്ട് പോലും. എന്താ ഈ വെള്ളിക്കിണ്ണം? നമുക്ക് നോക്കാം അല്ലെ. അത് പൂക്കളല്ല, പിന്നെ എന്താ അത്? നക്ഷത്രങ്ങളാണ് അല്ലേ. അതെ. പിന്നെയോ വട്ടത്തിലുള്ളത് വെള്ളിക്കിണ്ണമല്ല, പിന്നെ എന്താ അത്? ചന്ദ്രനാണ് അല്ലേ. ചന്ദ്രനല്ലടാ മക്കളെ. യെസ് യെസ്. അങ്ങനെയാണെങ്കിൽ അമ്മ പറഞ്ഞത് എന്താണ്? വിട്ടുപോയ ഭാഗത്ത് എഴുതൂ എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. എന്താണ്? നക്ഷത്രം എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ എന്താ? ഇവിടെ ചന്ദ്രൻ എന്ന് എഴുതി കൊടുക്കാം. പിന്നെയോ നക്ഷത്രം വരയ്ക്കാം എന്നാണ്. പെൻസിൽ എടുക്കാതെ 1 മുതൽ 5 വരെ കുത്തുകളിലൂടെ വരച്ച് വീണ്ടും 1-ലെത്തിക്കൂ. നമുക്ക് നോക്കാം അല്ലെ. 1 2ലേക്ക്, പിന്നെ 1 2ലേക്ക്, പിന്നെ 3ലേക്ക് അല്ലെ, പിന്നെ 4ലേക്ക്, പിന്നെയോ 5ലേക്ക്, പിന്നെയോ 1ലേക്ക്. ഇതാ നോക്കൂ, നക്ഷത്രമായല്ലോ ഇല്ലേ? നക്ഷത്രമായല്ലോ ഇല്ലേ? അടിപൊളി നക്ഷത്രമായി ഇല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ വരയ്ക്കോ? നിങ്ങൾ വരയ്ക്കോ? ഒന്നുകൂടി വരച്ചു നോക്കാൻ വേണമെങ്കിൽ ഒന്നുകൂടി വരച്ചു നോക്കി. ഇതുപോലെ വരയ്ക്കാനൊക്കെ ഉണ്ടാവും അല്ലെ. 1 2ലേക്ക്, 2 3ലേക്ക്, 3 4ലേക്ക്, 4 5ലേക്ക്, 5 പിന്നെ 1ലേക്ക്. യെസ് ഗൈസ്, നല്ലൊരു നക്ഷത്രമായി ഇല്ലേ? ഇതാണ് നക്ഷത്രങ്ങൾ. അമ്പിളിമാമൻ, പിന്നെ ഒരു നക്ഷത്രം, ഇതല്ലേ? ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റൂലേ? ഇല്ലേ? നമുക്ക് നോക്കാം. നോക്കൂ, ലെറ്റ്സ് കളർ ദ പൂക്കളം. ഇവിടെ പൂക്കളം കൊടുത്തിട്ടുണ്ട്, കളർ ചെയ്യാൻ വേണ്ടി പറയാണ്. എന്താണ്? ലുക്ക് അറ്റ് ദ പൂക്കളം ഡ്രോൺ ബൈ പീലിമോൾ. ഫൈൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആൻഡ് കളർ ദ പൂക്കളം. നോക്കാം നമുക്ക്. 3 2 എത്രയാടാ? 2 3 2 3 3 2 3 എത്രയാ? 5 അല്ലേ? 5 അല്ലേ? പിന്നെയോ 5 4 എത്രയാ? 9. പിന്നെയോ 3 4 എത്രയാ? 4 5 6 7. 1 2 എത്രയാ? 3 3 5 എത്രയാ? 4 5 6 7 8 അല്ലേ? പിന്നെയോ 5 6 എത്രയാ? 5 6 6 7 8 9
10, 11 അല്ലേ? അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി കൊടുക്കും? ഇവിടെ ഒരു കളറുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ നമ്മളോട് കളർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാം? 5ന് നമ്മൾ ഇതിന്റെ ഏതാണോ കളർ, ഇവിടെ 5 കണ്ടില്ലേ, ഈ 5ന് ഏതാണോ കളർ ആ കളർ ഇങ്ങനെ കൊടുക്കുക. ഇനി 9 നോക്ക്, നമ്മൾ 9 ഏതാണോ കളർ അത് ഇങ്ങനെ കൊടുക്കുക അല്ലെ. പിന്നെ ഏതാ 7 ഏതാണോ കളർ അത് കൊടുക്കുക. 3ക്ക് ഏതാണോ കളർ അത് കൊടുക്കുക. 8ന് ഏതാണോ കളർ അത് കൊടുക്കുക. 9 ഏതാണോ അത് കൊടുക്കുക. അങ്ങനെ ഓരോന്നും ഇവിടെ കളറുകൾ തന്നിട്ടുണ്ടാവും. ഈ കളറുകൾ ഏതാണോ നോക്കിയിട്ട് അവിടെ കൊടുത്താൽ മതി. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? അടിപൊളിയല്ലേ? അല്ലേ? നല്ലൊരു പരീക്ഷയാണ് അല്ലേ ഇത്? രണ്ടാമത്തെ ചോദ്യം നല്ല ഉഷാറല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. വീട്ടിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളത് അല്ലെ? പീലി മോളുടെ വീട് നോക്കൂ. വീടിന് ജനാലകൾ വരച്ചു ചേർക്കൂ. നമുക്ക് വരച്ചു ചേർക്കാം അല്ലെ? ജനാല നോക്കാം. ഇവിടെ ജനാല വരച്ചു ചേർക്കാം. നമുക്ക് ഹായ്, എന്ത് രസാ ജനാല വരയ്ക്കാൻ ഇല്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ജനാല വരച്ചു കൊടുക്കാം ഇല്ലേ? ഇങ്ങനെ ജനാല നമ്മൾ വരച്ചു കൊടുത്തു ഇല്ലേ? നോക്കാം. ഇനി അത് നോക്കൂ. വീട്ടിൽ 4 മുറികളുണ്ട്. ഓരോ മുറിയിലെയും ഉപകരണങ്ങൾ ഏതെല്ലാം എടുത്തെഴുതുക. സ്വീകരണ മുറിയിൽ എന്തൊക്കെയാ ഉണ്ടാവുക? സ്വീകരണ മുറിയിൽ ഇതുണ്ടാവും, അതേപോലെ തന്നെ ഇതും ഉണ്ടാവും അല്ലെ? പിന്നെയോ കിടപ്പ് മുറിയിലാണെങ്കിലോ കിടപ്പ് മുറിയിൽ ഇതാ ഇതുണ്ടാകും അല്ലെ? നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, തൊട്ടടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വീകരണ മുറിയിൽ സോഫ ഉണ്ടാവും, TV ഉണ്ടാവും അല്ലെ? പിന്നെയോ കിടപ്പ് മുറിയില് കട്ടിൽ ഉണ്ടാകും. പിന്നെയോ ഊണുമുറിയില് ഡൈനിങ് ടേബിള്, കസേര ഉണ്ടാകും. അടുക്കളയില് ചിരവ, പുട്ടുകുടം, ഗ്യാസ് സ്റ്റൗ, ഗ്യാസ് സിലിണ്ടർ, ഇതൊക്കെയാണ് അവിടെ ഉണ്ടാവുക അല്ലെ? ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് വരച്ചു നോക്കാം അല്ലെ? ഇവിടെ സ്വീകരണ മുറിയിൽ ഉണ്ടാവുന്ന എന്തൊക്കെയാ? സോഫ, അതേപോലെ തന്നെ TV, കിടപ്പുമുറിയിൽ കട്ടില്. പിന്നെ എന്താ? ഊണുമുറിയിൽ എന്താ ഉണ്ടാവുന്നത്? ഊണുമുറിയിൽ ഇതാ ഇതുണ്ടാകും. പിന്നെയോ അടുക്കളയിലോ ചിരവ ഉണ്ടാകും, ഗ്യാസ് സ്റ്റൗ ഉണ്ടാവും, ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവും, പുട്ടുകുറ്റി അല്ലെ? ഇതൊക്കെ എവിടെയാ ഉണ്ടാവുക? അടുക്കളയിലാണ് ഉണ്ടാവുക അല്ലെ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വരച്ച് ചേർത്തിട്ടുണ്ട്. ഇല്ലടാ മക്കളെ? ഇല്ലേ? അടിപൊളിയാണ്. സെറ്റ് ആണോ? ഇത് നല്ലൊരു ചോദ്യം അല്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ആക്ടിവിറ്റി 4ലേക്ക് പോവാണ്. പീലിമോളുടെ കൂട്ടുകാരൻ. പീലിമോളുടെ പ്രിയപ്പെട്ട ചങ്ങാതിയാണ് കുട്ടു അണ്ണാൻ കേട്ടോ. അവൾ തീറ്റ കൊടുത്ത് ഓമനിച്ച് വളർത്തുന്ന അണ്ണാനാണ്. പക്ഷെ അവൻ എന്നും കാട്ടിൽ പോകും. അവന് കാട്ടിൽ ധാരാളം കൂട്ടുകാരുണ്ട്. അവിടെ ധാരാളം പഴങ്ങളുണ്ട്, സ്വാദുള്ള പഴങ്ങൾ. പീലിമോളുടെ ചങ്ങാതി ആര്? ചോദ്യം ചോദിക്കുക, ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ഇത് നമ്മൾ ടീച്ചർ വായിച്ചു തരുമ്പോഴോ നമ്മൾ വായിക്കുമ്പോഴോ നന്നായിട്ട് വായിച്ചു നോക്കണം അല്ലെ? പീലിമോളുടെ പ്രിയപ്പെട്ട ചങ്ങാതിയാണ് ആര്? കുട്ടു അണ്ണാൻ ഇല്ലേ? കുട്ടു അണ്ണാനാണ് പീലിമോളുടെ ചങ്ങാതി. പിന്നെയോ അണ്ണാന്റെ കൂട്ടുകാർ എവിടെയാണ്? അണ്ണാന്റെ കൂട്ടുകാർ എവിടെയാ? കാട്ടിൽ അല്ലേ? കാട്ടിലാണ് അണ്ണാന്റെ കൂട്ടുകാരുള്ളത്. പിന്നെയോ കാട്ടിൽ എങ്ങനെയുള്ള പഴങ്ങളാണ്? അവിടെ സ്വാദുള്ള പഴങ്ങളാ. സ്വാദുള്ള പഴങ്ങളാണ് അല്ലെ? നോക്കൂ, കുട്ടു അണ്ണാൻ കാട്ടിൽ സ്വാദുള്ള പഴങ്ങൾ, അതാണ് ഉത്തരം അല്ലെ? ഇത് എന്താ ഇവിടെ ചോദിച്ച? ഇങ്ങനെ ഒരു ആക്ടിവിറ്റി തന്നിട്ട് നമ്മളോട് അത് വായിച്ചു നോക്കാൻ വേണ്ടി പറയാം. അത് വായിച്ചു നോക്കിയിട്ട് താഴെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഉത്തരം എവിടെയാ ഉണ്ടാകുക? ഉത്തരം ഇവിടെ തന്നെ അല്ലെ? പ്രിയപ്പെട്ട ചങ്ങാതിയാണ് കുട്ടു അണ്ണാൻ. പിന്നെയോ എന്നും കാട്ടിൽ കാട്ടിൽ പോകുക. എവിടെയാ പോവുക? കാട്ടിൽ. അവിടെ ധാരാളം പഴങ്ങളുണ്ട്, സ്വാദുള്ള പഴങ്ങൾ, ഇതാണ് ഉത്തരം. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Let's thread the beads on. നോക്കൂ, look at the necklace made by പീലിമോൾ, അമ്മു and നിത. നിതയും പീലിമോളും അമ്മു ഉണ്ടാക്കിയ നെക്ലേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ how many beads are the Peely's necklace? Peely's necklaceൽ എത്ര ഉണ്ട് നോക്ക് നിങ്ങൾ? 1 2 3 4 5 6 7 8 9 10 11 അല്ലേ? 11 അല്ലേ? 11 ആണ്. പിന്നെയോ അടുത്ത നോക്കൂ, ഹൗ മെനി, എത്ര ബീഡ്സ് ഇൻ അമ്മൂസിന്റെ നെക്ലേസിൽ എത്ര ഉണ്ട്? അമ്മുവിന്റെ നെക്ലേസ് ഇതാണ്. 1 2 3 4 5 6 7 8 ആണ്. ഹൗ മെനി ബീഡ്സ് ഇൻ നിത നെക്ലേസ്? നിതന്റെ നെക്ലേസിൽ എത്ര ബീഡ്സ് ഉണ്ട്? നിതന്റെ നെക്ലേസിൽ എത്ര ഉണ്ട് എന്ന് നോക്കാം അല്ലെ? 1 2 3 4
5 6 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി മോർ ബീഡ്സ് പീലീസ് ഗാർലൻഡ് ഹാവ് ദാൻ നിദാസ് ഗാർലൻഡ്? അപ്പോ നിതന്റെയും പീലിന്റെയും വെച്ച് നോക്കുമ്പോ എത്ര എണ്ണാണ് കൂടുതലുള്ളത്? നോക്കാം, നിതന്റെ എത്ര എണ്ണ ഉള്ളത്? നിതന്റെ 6 എണ്ണം. പീലിന്റെ എത്ര എണ്ണ ഉള്ളത്? 11 എണ്ണം അല്ലെ? അപ്പോ 7 8 9 10 11 5 കൂടുതലുള്ളത് അല്ലെ? പിന്നെയോ അങ്ങനെയാണെങ്കിൽ നിതന്റെതും അതുപോലെ തന്നെ അമ്മുന്റെതും നോക്കൂ. ഹൗ മെനി ലെസ് ബീഡ്സ് ഡസ് നിദാസ് ഗാർലൻഡ് ആൻഡ് ദെൻ അമ്മൂസ് ഗാർലൻഡ്? അപ്പോ നിതന്റെയും അമ്മൂന്റെയും എടുത്തു നോക്കുമ്പോൾ ഇതിൽ എത്ര കുറവാണുള്ളത്? അമ്മൂന്റെ എത്രയാണുള്ളത്? അമ്മൂന്റെ നമുക്ക് നോക്കുമ്പോ എത്ര എണ്ണ ഉള്ളത്? അമ്മൂന്റെ ഇവിടെ എഴുതാം നമുക്ക് 8 എണ്ണാണ് അമ്മൂന്റെ ഉള്ളത്. പീലിന്റെ എത്ര എണ്ണ ഉള്ളത്? 11 എണ്ണാണ്. നിതന്റെ എത്ര എണ്ണ ഉള്ളത്? 6 എണ്ണ ഉള്ളത്. അപ്പോ നിതന്റെയും പിന്നെ അമ്മൂന്റെയും എടുത്തു നോക്കുമ്പോ എത്ര കുറവാ അവിടെ കാണുന്നത്? 2ന്റെ കുറവാ കാണുന്നത് അല്ലെ? അങ്ങനെയല്ലേ ഉത്തരം വരുന്നത്? യെസ് ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മൾ പഠിച്ചതാ അല്ലെ? ഇതൊക്കെ നമ്മളോട് ചോദിക്കും. അതിന്റെ ഒരു ചോദ്യമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ ദിവസത്തെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലേ? ഇതേപോലെ 3 ദിവസത്തെ ചോദ്യ പേപ്പറും അറബിക്കിന്റെ പേപ്പറും ഇംഗ്ലീഷിന്റെ പേപ്പറും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ എവിടെ നിന്നൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെ ഉണ്ട്. അതൊക്കെ കാണണം കേട്ടോ മക്കളെ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു കൊണ്ട് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്, ബൈ ഡാ, ലവ് യു.